ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഉപ്പേരി. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം വറുത്ത് ആർക്കും വേണ്ടാതെ കളയാൻ വെച്ചിരുന്ന ചിക്കൻ നന്നായിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ക്രഷ് ചെയ്ത് ആദ്യമേ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ പാനൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാവുന്ന വരെയും ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ഇത്ര ചൂടാവരുത് ഗായ്സ്, എൻ്റെ മോന്റെയും കൈകാലൊക്കെ പൊള്ളിപ്പോകും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ കൊടുക്കുക. നന്നായിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന വരെ നമ്മളിത് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് നമ്മളിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചിക്കൻ വറുത്തതിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് സവാളയ്ക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നല്ലോണം വാടി വന്നിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ഫ്ലെയിം ലോ ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ പൊടി. ഞങ്ങൾ ചിക്കൻ പൊടിയിൽ സ്പൂൺ ഇടാത്തത് കൊണ്ട് രൂപം വെച്ച് 1 സ്പൂൺ പൊട്ടുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് മസാല ഒന്ന് പിടിക്കാനായിട്ട് ഒരു ലേശം വെള്ളം ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അയ്യോ, തുമ്മാൻ പാടില്ല ഗായ്സ്. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ തോരൻ ഇതാ റെഡി. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. കഞ്ഞിക്ക് കൂട്ടാം ഗൈസ്, നല്ല കറി.